യഹോവയെങ്കിലെ സന്തോഷം നിങ്ങൾക്ക് ബലമാകുന്നു. പ്രൈസ് ദി ലോർഡ്. കർത്താവിലുള്ള സന്തോഷം നിങ്ങളുടെ ബലമാ എന്ന് പറഞ്ഞാൽ നിങ്ങൾ കർത്താവിൽ സന്തോഷിക്കുമ്പോൾ നിങ്ങൾക്ക് അത് എന്തായിട്ട് മാറുന്നു? ബലമായിട്ട് മാറുന്നു. പ്രൈസ് ദി ലോർഡ്. സമ്പത്തിൽ സന്തോഷിച്ചു, അതുകൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, പ്രൈസ് ദി ലോർഡ്, പോക്കറ്റ് നിറച്ച് പൈസ ആയിരിക്കുമ്പോൾ നമുക്ക് സന്തോഷം വരും, ഒരു ബലമൊക്കെ ഉണ്ടാകും. എന്നാൽ പോക്കറ്റ് കാലിയാകുമ്പോൾ സന്തോഷവും പോയി, ബലവും പോയി. പ്രൈസ് ദി ലോർഡ്. മക്കളുണ്ട്, മക്കൾ സഹായിച്ചുകൊണ്ടിരിക്കുക, നമുക്ക് സന്തോഷമൊക്കെ ഉണ്ട്. എന്നാൽ ഇച്ചിരി കഴിയുമ്പോൾ മക്കളുടെ വരുമാനം അങ്ങോട്ട് നിലച്ചു, പ്രൈസ് ദി ലോർഡ്, സഹായിക്കാൻ മടി കാണിച്ചു തുടങ്ങുമ്പോൾ നമ്മുടെ സന്തോഷവും പോയി, നമ്മുടെ ബലവും പോയി. നല്ല ആരോഗ്യമുണ്ട്, ഓടി നടക്കാനുള്ള ത്രാണിയൊക്കെ ഉണ്ട്, നമുക്ക് സന്തോഷമുണ്ട്, ബലവുമുണ്ട്. എന്നാൽ ആരോഗ്യം ക്ഷയിച്ചു കഴിയുമ്പോൾ, ഒരു ചെറിയ ഷുഗർ വരുമ്പോൾ, ഒരു ചെറിയ ബലഹീനത വരുമ്പോൾ പറയും, എനിക്കിപ്പോൾ ബലവും ഇല്ല, എനിക്ക് സന്തോഷവും ഇല്ല. പ്രൈസ് ദി ലോർഡ്. എന്താ മുഖം വാടിയിരിക്കുന്നത്? എന്താ ചിരിക്കാൻ കഴിയാത്തത്? അയ്യോ എനിക്ക് രോഗമാ, അയ്യോ എനിക്ക് സാമ്പത്തിക ക്ലേശമാ, അയ്യോ എനിക്ക് വീട്ടിലെ പ്രശ്നമാ, അയ്യോ എന്റെ ജോലിയിൽ പ്രശ്നമാ, അയ്യോ ഞാൻ ഞെരുക്കത്തിലൂടെ പോകുക. ഇന്ന് പകൽക്കാലം പറഞ്ഞേ, എന്തൊക്കെ പ്രതികൂലങ്ങൾ വന്നാലും ഞാൻ ക്ഷീണിച്ചു പോകത്തില്ല, കാരണം എന്റെ ബലം എന്റെ കർത്താവ്, അവനാണ് എന്റെ സന്തോഷം. ഓൾവേസ് റിജോയ്സ് ഇൻ ദി ലോർഡ്. എപ്പോഴും സന്തോഷിക്കും. എപ്പോഴും സന്തോഷിക്കണമെങ്കിൽ എന്ത് വേണം? എന്താ വേണ്ട? എപ്പോഴും സന്തോഷിക്കണമെങ്കിൽ നമ്മൾ ആഗ്രഹിക്കുന്നതൊക്കെ കിട്ടിയാൽ നമുക്ക് സന്തോഷം വരുമോ? ആഗ്രഹിക്കുന്നത് കിട്ടിയ സന്തോഷം വരുമോ? എന്നാ പിന്നെ എല്ലാം കിട്ടിയവരൊക്കെ സന്തോഷിക്കണ്ടേ? അവരും സന്തോഷിക്കുന്നില്ലല്ലോ. അപ്പം മാനുഷികമായ വിഷയങ്ങൾ കൊണ്ട്, പ്രൈസ് ദി ലോർഡ്, ലോകത്തിലുള്ള നന്മകൾ കൊണ്ട് സന്തോഷിക്കാൻ നോക്കിയാൽ പറ്റത്തില്ല. പ്രൈസ് ദി ലോർഡ്. ലോകം നമ്മളെ സന്തോഷിപ്പിക്കുമെന്ന്, പ്രൈസ് ദി ലോർഡ്, ലോകത്തിന്റെ നന്മകൾ നമ്മളെ സന്തോഷിപ്പിക്കുമെന്ന്, ജഡത്തിന്റെ സുഖങ്ങൾ നമ്മളെ സന്തോഷിപ്പിക്കുമെന്ന്, പ്രൈസ് ദി ലോർഡ്, ഭൗമിക സമ്പത്തുകൾ നമ്മളെ സന്തോഷിപ്പിക്കുമെന്ന് നമ്മൾ ചിന്തിക്കുന്നുണ്ടെങ്കിൽ ഒരിക്കലും സന്തോഷിക്കാൻ പറ്റത്തില്ല. പ്രൈസ് ദി ലോർഡ്. അപ്പൊ സന്തോഷിക്കാനുള്ള കാരണം കർത്താവ് എന്തുവാ പറയുന്നറിയാമോ? കർത്താവിൽ സന്തോഷിക്കും.